ഒ.ബി.സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയും ബി.ജെ.പി നേതാവുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. 2021 ഡിസംബർ 19-നാണ് അഭിഭാഷകൻ കൂടിയായിരുന്ന രഞ്ജിത്തിനെ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചേർന്ന് ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം. ലെവിൻ കെ വിജയൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി മാറിയത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടാണ്. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് 2 കൊലപാതകങ്ങൾ നടന്നത് എന്നതും അന്നേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ കേസാണ്. വിവരങ്ങൾ. സുജയ, 2021 ഡിസംബർ 18-നാണ് ആലപ്പുഴയിലെ SDPI നേതാവായിട്ടുള്ള SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള KS ഷാനെ RSS BJP പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തുന്നത്. 11 മണിക്കൂറുകൾക്കകം പിറ്റേ ദിവസം പുലർച്ചെ 6 മണിയോടുകൂടിയാണ് 2021 ഡിസംബർ 19-ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം നടക്കുന്നത്. അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് വരെ കാരണമായ സംഭവമായി ഇതിനെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. പിന്നീട് വീട്ടിൽ പുലർച്ചെ കടന്നു കയറി അതിക്രമിച്ചു കയറിയ 8ഓളം വരുന്ന അക്രമി സംഘം രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീടിന് കേടുപാട് വരുത്തുകയും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന രഞ്ജിത്തിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കൂടം ഉപയോഗിച്ച് തലയടിച്ച് തകർക്കുകയും ചെയ്ത സംഭവമാണ്. അത്തരത്തിലാണ് കൊലപാതകം നടന്നത്. ഈ ബഹളം കേട്ട് ഓടിയെത്തിയ രഞ്ജിത്തിന്റെ അമ്മ വിനോദിനിയെയും ഭാര്യയെയും മകളെയും ഒക്കെ ഈ അക്രമി സംഘം വടിവാളും മറ്റും ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഈ സംഭവം കേരളത്തിന്റെ അന്നത്തെ ആ സാഹചര്യത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു തുടർ കൊലപാതകമായിരുന്നു. 2 കൊലപാതകങ്ങൾ നടന്നത് 11 മണിക്കൂറുകൾ വ്യത്യാസത്തിലായിരുന്നു. ഈ സംഭവം നടന്ന് 2ാമത്തെ ദിവസം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ ഗുരുതരമായ വീഴ്ചകൾ മറ്റും ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പോലീസിന് വലിയ വീഴ്ച, സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇന്റലിജൻസിനും ഒക്കെ വലിയ വീഴ്ചയുണ്ടായതായി വിലയിരുത്തപ്പെട്ട സംഭവമാണ്. ഈ കൊലപാതകത്തിന് ശേഷം 2 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഈ കേസിൽ വിധി പറയാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി ആയിരിക്കും വിധി പറയുക. നേരത്തെ 2022-ലാണ് കേസിന്റെ 2022 ഡിസംബർ 15-നാണ് കേസിന്റെ വിസ്താരം പൂർത്തിയാക്കി അന്തിമ കുറ്റപത്രം വായിച്ചത്. 156 സാക്ഷികളെ 49 ദിവസത്തിലേറെ വിസ്തരിച്ചാണ് കോടതി അതിന്റെ വിസ്താരങ്ങൾ പൂർത്തിയാക്കിയത്. 1400-ലേറെ പേജുള്ള കുറ്റപത്രവും 1000-ലേറെ രേഖകളുമാണ് കേസിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. 100-ലേറെ തൊണ്ടിമുതലുകളും പോലീസിന് കണ്ടെടുക്കാനായി. ആലപ്പുഴ DYSP ആയിരുന്ന NR ജയരാജാണ് കേസ് അന്വേഷിച്ചത്. ഏതായാലും 35 പ്രതികളിൽ 15 പ്രതികളെയാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 പേരുടെയും ശിക്ഷ കുറ്റക്കാരാണോ എന്നുള്ള കാര്യത്തിൽ അന്തിമ വിധി ഇന്നുണ്ടാകും. ഏതായാലും പ്രോസിക്യൂഷൻ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രതികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ വെച്ച് പുലർത്തുന്നത്. ഇന്ന് 11 മണിയോടെ കേസ് പരിഗണിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സുജയ, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.